അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സകുടുംബം രണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം. കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിച്ചു ജീവിക്കേണ്ടവരാണ്, പരസ്പരം സഹായിച്ചു ജീവിക്കേണ്ടവരുമാണ്. സ്വാഭാവികമായി എല്ലാ സഹായങ്ങളും ഭർത്താവിൽ നിന്നും മാത്രം ഉണ്ടാവണം, ഭാര്യയിൽ നിന്ന് ഒരു സഹായം ഉണ്ടാകരുത് എന്ന ചിന്ത ഒരിക്കലും കുടുംബജീവിതത്തിൽ അനുഗുണമല്ല. മറിച്ച് ഭർത്താവ് സഹായിക്കണം, കഴിയുന്നത്ര ഭാര്യയും സഹായിക്കണം. അങ്ങനെ സ്നേഹിച്ചും സഹകരിച്ചും സഹായിച്ചും ഒരുമിച്ചുമുള്ള ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ കുടുംബജീവിതം എന്ന് നമുക്ക് ഖുർആനും ഹദീസും പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഭർത്താവിൽ നിന്ന് എത്രയോ സഹായങ്ങൾ ഭാര്യ പറ്റുന്നുണ്ടാകും. പക്ഷെ ഭാര്യയിൽ നിന്ന് ചില സഹായങ്ങൾ ചില സമയത്ത് ഭർത്താവിനും സ്വീകരിക്കേണ്ടി വന്നേക്കാം. ആ സമയത്ത് എന്തെങ്കിലും സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ വഴക്കുകളോ സംഭവിക്കുന്ന സമയത്ത് ചില ഭർത്താക്കന്മാർ ഭാര്യയോട് ആ ചെയ്തതൊക്കെ ഇങ്ങനെ എടുത്തു പറയും. എന്തെങ്കിലും സഹായം ഭാര്യയിൽ നിന്ന് ഭർത്താവ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഭാര്യ നാക്കിട്ടടിച്ച് ഭർത്താവിനെ പരാജയപ്പെടുത്തി വഷളാക്കി, ഞാൻ ഇന്നത് തന്നതുകൊണ്ടല്ലേ, എന്റെ ഇന്നാലിന്ന സ്വർണം തന്നതുകൊണ്ടല്ലേ, എന്റെ വീട്ടുകാരി ഇങ്ങനെയൊക്കെ സഹായിച്ചത് കൊണ്ടല്ലേ, ചെയ്തത് കൊടുത്തത് ഇങ്ങനെ എടുത്തു പറയുന്ന ഒരു സംസ്കാരം ഭർത്താവിന്റെ ഭാഗത്തിൽ നിന്നാണെങ്കിലും ഭാര്യയുടെ ഭാഗത്തിൽ നിന്നാണെങ്കിലും ഈ സ്വഭാവം മുന്നോട്ട് പോകാൻ പറ്റുന്നതാണോ, ഈ സ്വഭാവം അനുവദിക്കാൻ പറ്റുന്നതാണോ എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. നോക്കൂ, നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായി രണ്ടുപേരോടും പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സ്വദഖാതികും ബിൽ മന്നി വൽ അദാ. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് ഭാര്യയെയും ഭർത്താവിനെയും മുൻപെടുത്തിക്കൊണ്ടാണ് ഖുർആനിന്റെ അഭിസംബോധന. ലാ തുബ്തിലൂ സ്വദഖാതികും ബിൽ മന്നി വൽ അദാ. നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന സഹായങ്ങൾ എടുത്തു പറഞ്ഞ് നിഷ്ഫലമാക്കാൻ സാധിക്കും. അതിങ്ങനെ എടുത്തു പറയുകയും നിരന്തരം എടുത്തു പറഞ്ഞ് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി അതിന്റെ ഫലം നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. എന്നല്ല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരങ്ങൾ പഠിപ്പിക്കുന്നതായിട്ട് കാണാം. സലാസത്തുൻ, മൂന്ന് വിഭാഗം ആളുകൾ, അന്ത്യനാളിൽ അവരോട് അല്ലാഹു സംസാരിക്കുക തന്നെയില്ല. നോക്കൂ നിങ്ങൾ, മഹ്ശറിൽ അള്ളാഹുവിൽ നിന്ന് പിന്തുണ വേണ്ട സമയം, അള്ളാഹുവിൽ നിന്നുള്ള അനുകൂല അവസ്ഥ ഉണ്ടാവേണ്ട സമയം, അള്ളാഹു പരിഗണിക്കാത്ത മൂന്ന് വിഭാഗം, അള്ളാഹു സംസാരിക്കാത്ത മൂന്ന് വിഭാഗം. അതിൽ ഒന്ന് അൽ മന്നാനുല്ലദീ ലാ യുഅ്തി ശൈഅൻ ഇല്ലാ മന്നഹു. ഒരു മനുഷ്യനാണ്, അദ്ദേഹം ഗുണങ്ങൾ ചെയ്യും. ഭർത്താവട്ടെ ഭാര്യക്ക് ഗുണങ്ങൾ ചെയ്യും, ഭാര്യയാവട്ടെ ഭർത്താവിന് ഗുണങ്ങൾ ചെയ്യും. പക്ഷെ എന്ത് ചെയ്താലും അതിങ്ങനെ വിളിച്ചു പറയും, അതിങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറയുന്ന മനുഷ്യൻ, അത് ഭാര്യ ജീവിതത്തിലാണെങ്കിലും അങ്ങനെ തന്നെ, സൗഹൃദ ജീവിതത്തിലാണെങ്കിലും അങ്ങനെ തന്നെ, അയൽവാസി ജീവിതങ്ങളിലാണെങ്കിലും അങ്ങനെ തന്നെ, ഏത് ബന്ധങ്ങളിലും അങ്ങനെ തന്നെ, കൊടുത്തത് എടുത്തു പറയുക, വിളിച്ചു പറയുക, അവരുടെ മുഖത്തേക്ക് മഹ്ശറിൽ അല്ലാഹു നോക്കുകയില്ല. അത് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാലും ഭാര്യ ഭർത്താവിനോട് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും ഒരിക്കലും അല്ലാഹു അവരുടെ മുഖത്ത് കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല എന്നാണ്. എന്നാൽ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഭാര്യ എങ്ങാനും ഭർത്താവിനെ എങ്ങനെ സഹായിച്ചു, സ്വർണം കൊടുത്ത് സഹായിച്ചു, എന്തെങ്കിലും വിഷയങ്ങൾ കൊടുത്ത് സഹായിച്ചു, അങ്ങനെ സഹായിച്ചാൽ ഭാര്യക്ക് അമിതമായി എന്തെങ്കിലും പ്രതിഫലം അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന പാഠം കാണാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് സൈനബ് റളിയല്ലാഹു അൻഹ. മഹദി നബി തങ്ങളോട് വന്ന് ചോദിച്ചു, ഞാൻ എന്റെ ഭർത്താവിന് വല്ലതും കൊടുത്ത് സഹായിച്ചാൽ എനിക്കതിന് വല്ല പ്രത്യേകതയും ഉണ്ടോ, പ്രത്യേകമായ വല്ല പ്രതിഫലവും എനിക്കുണ്ടോ എന്ന് സൈനബ് റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ
മഹദിയോട് നിത്തങ്ങൾ പറഞ്ഞ മറുപടിയിൽ കാണാം, ലഹി അജ്റാൻ, നിനക്ക് രണ്ട് പ്രതിഫലമുണ്ട്. സഹോദരിമാരെന്ന് മനസ്സിലാക്കുക, നിനക്ക് രണ്ട് പ്രതിഫലമുണ്ട്. ഒന്ന് അജറുൽ ഖറാബ, ഏറ്റവും അടുത്ത ആൾക്കല്ലേ നീ നൽകിയത്. അജുർ സ്വതക്ക, ദാനധർമ്മമല്ലേ, സഹായമല്ലേ നീ ചെയ്തത്. ഈ രണ്ടിനും രണ്ട് പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹായിച്ചും സഹകരിച്ചും എല്ലാം ഉൾക്കൊണ്ടും ജീവിക്കാനാണ് നാം നമ്മുടെ കുടുംബജീവിതത്തിൽ ശ്രമിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി